ശീഘ്രസ്ഖലനം ചികിത്സിച്ചു കഴിഞ്ഞാൽ മാറുമോ? അത് വീണ്ടും തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ? ഈ രോഗിയുടെ അനുഭവം അതാണ് സൂചിപ്പിക്കുന്നത്. 2018 ജനുവരിയിൽ ഇവിടെ വന്ന് ശീഘ്രസ്ഖലനത്തിന് വേണ്ടി ചികിത്സ എടുത്ത ഒരാളുടെ അനുഭവമാണ്. അദ്ദേഹം ആ സമയത്ത് വിവാഹം കഴിച്ചിട്ട് ഏതാണ്ട് 6 മാസം കഴിഞ്ഞിരുന്നു. 6 മാസമായിട്ടും ശീഘ്രസ്ഖലനം നിമിത്തം ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. പെനീസ് ഉള്ളിലേക്ക് വയ്ക്കുന്നതിന് മുൻപ് തന്നെ ഫോർപ്ലേയുടെ സമയത്ത് സ്ഖലനം നടന്നു പോയിരുന്നതുകൊണ്ട് ആ ദമ്പതികൾക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് ചികിത്സ തേടിയെത്തിയത്. ഏകദേശം 1 മാസം മരുന്ന് കൊടുത്തു. ആദ്യ ദിവസം മരുന്ന് കഴിച്ചത് മുതൽ തന്നെ ഇജാക്കുലേഷനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു. ഈ ദമ്പതികൾക്ക് ശരിയായ രീതിയിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞു. അതിനുശേഷം 2 കുട്ടികളുമുണ്ടായി. പിന്നീട് അദ്ദേഹം വിദേശത്തായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ മാസം വീണ്ടും എത്തുകയുണ്ടായി. അന്ന് ബന്ധപ്പെടാൻ തന്നെ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ചികിത്സയ്ക്ക് ശേഷം തൃപ്തികരമായ രീതിയിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞു. ആ സംഗതി നിലനിന്നു. പക്ഷേ ഇടയ്ക്ക് ഗൾഫിലായിരുന്നു. അപ്പോൾ വർഷത്തിലൊരു മാസത്തെ അവധിക്കാണ് നാട്ടിൽ വരുന്നത്. അങ്ങനെയുള്ള സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 2-3 ദിവസം വളരെ പെട്ടെന്ന് ശുക്ലവിസർജനം നടക്കും. അതിനുശേഷം ടൈം കിട്ടും. അദ്ദേഹത്തിന് ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ സമീപകാലത്ത് അദ്ദേഹം ജോലി നിർത്തിയിട്ട് തിരിച്ചു പോകുന്നതാണ്. ഇപ്പോൾ ഒരു 8-10 തവണയാവുമ്പോഴേക്കും ശുക്ലവിസർജനം നടന്നു പോകുന്നു. അതിലും കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ചികിത്സ തേടിയെത്തിയത്. അപ്പോൾ 1 മാസത്തെ ചികിത്സയിലൂടെ തന്നെ ഈ വ്യക്തിക്ക് ഗണ്യമായ രീതിയിലുള്ള പ്രയോജനം ലഭിച്ചു. പക്ഷേ എല്ലാവർക്കും ഇതേപോലെ ലഭിക്കണമെന്ന് നിർബന്ധമില്ല. ഓരോ വ്യക്തികളുടെ ശരീരവും മാനസികാവസ്ഥയെല്ലാം വ്യത്യസ്തമാണ്. പല വ്യക്തികൾക്കും ഒരു 2-3 മാസം വരെ മരുന്ന് കഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് പ്രശ്നമില്ലാതെ പോകാം. പിന്നെ എപ്പോഴെങ്കിലും ശീഘ്രസ്ഖലനം തിരിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ ദീർഘകാലം ബന്ധപ്പെടാതിരുന്ന് അതിന് ശേഷം ബന്ധപ്പെടുമ്പോൾ ചിലപ്പോൾ തിരിച്ചു വന്നേക്കാം. അത് തനിയെ സ്പോണ്ടേനിയസ് ആയിട്ട് റിക്കവർ ചെയ്യുകയും ചെയ്തേക്കാം. ഇനി വീണ്ടും അത് വരികയാണെങ്കിൽ ചികിത്സ വീണ്ടും ആവശ്യമായി വന്നേക്കാം. അടുത്ത ദിവസം ക്രിസ്മസ് ആണ് വരാൻ പോകുന്നത്. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ഇതോടൊപ്പം നേരുന്നു.